അല്ല, നിങ്ങളുടെ സമുദായം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സമുദായം തന്നെ അതിനെ അനിഹിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൂർണ്ണമായി തുടർച്ച നീക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്ന. ആലോചിക്കുക, നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചൂഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് 300 രൂപ കിട്ടുമെന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യം? പിന്നെ വേറൊരു കാര്യം, ഈ നാട്ടിലെ ക്രിസ്ത്യാനികളുടെ, ഈ നാട്ടിലെ മലയോര കർഷകരുടെ അട്ടിപ്പേർ അവകാശം ഈ ബിഷപ്പിനാണോ? ഇപ്പൊ ഇവിടെ പറഞ്ഞു 99-ൽ ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുകൊല്ലുമ്പോൾ ആരായിരുന്നു ഭരിച്ചിരുന്നത്? അദ്ദേഹത്തിന് മറവിരോഗം ബാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം അറിയേണ്ടത് അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്വാനിയായിരുന്നു അന്നത്തെ ഹോം മിനിസ്റ്റർ. അപ്പൊ ആ ഭരണകാലത്താണ് ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചുട്ടരിച്ചു കൊന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സൗകര്യപൂർവ്വം ഇപ്പം മറക്കാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ ബോധർ ചെയ്യുന്ന ഇപ്പോൾ റബ്ബറിന്റെ വിലയെക്കുറിച്ച് മാത്രമാണ്. ഇതേപോലെ തന്നെയുള്ള ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്, അവർ കർഷകരാണ്, അവിടെ റബ്ബറില്ലെന്നുള്ളതേ ഉള്ളൂ, മറ്റു പല കൃഷികളും ചെയ്യുന്ന കൃഷിക്കാരാണ്. അപ്പം നമ്മളത് മറന്നിട്ട് ഇത്ര വലിയൊരു കൊലപാതകങ്ങൾ നടക്കുന്നതിനെ, ഇത്ര വലിയ ആക്രമണങ്ങൾ നടക്കുന്നതിനെ ന്യായീകരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് മാത്രമാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം സാത്താന്റെ പരീക്ഷണത്തിൽ അകപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു വന്നു എന്നാണല്ലോ ബൈബിള് പഠിപ്പിക്കുകയും ഈ ബിഷപ്പ് ഉൾപ്പെടെ ഉള്ളവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അന്ന് ആ സാത്താന്റെ മുമ്പിൽ കീഴടങ്ങിയായിരുന്നു മതിയായിരുന്നല്ലോ. എന്നാൽ അദ്ദേഹത്തിന് നിന്നെ ഞാൻ ഈ ലോകത്തിന്റെ ചക്രവർത്തിയാക്കാമെന്നൊക്കെ ആയിരുന്നു മോഹങ്ങൾ കൊടുത്തിരുന്നത്, ഇല്ലേ? അപ്പോ അങ്ങനെ ക്രിസ്തുവിന്റെ പരീക്ഷണങ്ങൾ കടന്ന് ക്രിസ്തുവിന്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്നവരാണ് പറയുന്നത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിൽ മാത്രമല്ലല്ലോ ക്രിസ്ത്യാനികളുള്ളത്, ഇന്ത്യ മഹാരാജ്യത്തുള്ള ക്രിസ്ത്യാനികൾ വ്യാപകമായ തോതിൽ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ചൊന്നും നമ്മളെ ബോധർ ചെയ്യുന്നില്ലതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഈ സഭയുടെ ഭാഗമായ ഒരു ആർച്ച് ബിഷപ്പാണ് സുപ്രീം കോടതിയിൽ കേസുമായി പോയിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് തടയിടണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ ആർച്ച് ബിഷപ്പിന്റെ പേരാണ് ഡോക്ടർ പീറ്റർ മച്ചാഡോ, ഇല്ലേ? ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി അയാൾ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണ് പറയുന്നത് 300 രൂപ റബ്ബറിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയേക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം മാത്രമാണോ, അത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രമാണോ ഈ പ്രശ്നം നേരിടുന്നത്? ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യാനികളും അവർക്ക് സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് നിൽക്കുന്നത്. ഞാൻ ഈ സഭയുടെ വക്താവായി വന്നിരിക്കുന്ന ആളോട് ഞാൻ സ്നേഹപൂർവ്വം 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഈ കേരളത്തിൽ മാത്രമല്ല ക്രിസ്ത്യാനികളുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നമ്മൾ ഈ ഇഷ്യൂസിനെ നേരിടാൻ. RSS, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന RSS നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥമായിട്ട് അവർ ഇന്നും കണക്കാക്കുന്നത് ഗോൾവാർക്കർ എഴുതിയ വിചാരധാര അല്ലെങ്കിൽ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നു ക്രിസ്ത്യാനികൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന്. ആ നിലപാട് ഇന്ന് വരെ നമ്മുടെ പ്രൈം മിനിസ്റ്ററോ ഈ പാർട്ടിയുടെ നേതാക്കളോ കേരളത്തിലുള്ള BJP നേതാക്കളോ ആരും തിരുത്താൻ തയ്യാറായിട്ടില്ല. അവരതിനെ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മദർ തെരേസയ്ക്ക് രാജ്യം നൽകിയ ഭാരതരത്നം പിൻവലിക്കണമെന്നും അവർ നോബൽ സമ്മാനത്തിന് അർഹതയല്ല എന്നും RSSന്റെ പരമാധ്യക്ഷനായ മോഹൻ ഭാഗവത് 2015 പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവർക്ക് നൽകിയ ഭാരതരത്നം പിൻവലിക്കണമെന്ന് പറഞ്ഞ ഡൽഹിയിലെ RSSന്റെ നേതാവാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്രൈസ്തവർ ഐക്യനായിട്ട് കാണുന്ന എല്ലാ വിഭാഗങ്ങളെയും എല്ലാ ചിഹ്നങ്ങളെയും തന്നെ തകർക്കാനും അവരെ ഒഴിവാക്കാനും അങ്ങനെ ഒരു സമുദായം ഇന്ത്യയിൽ ഉണ്ടെന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു സമൂഹത്തിനോടാണ് 300 രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പൊറുക്കാം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നല്ല വില തന്നാൽ ഞങ്ങൾ കർത്താവിനെ വിൽക്കാമെന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും ഒരു മടിയുമില്ല. അതാണ് ഇതിന്റെ കാരണം. അതായത് ഇന്ത്യയിലെ ഒരു വലിയ 2.3 വിഭാഗം മാത്രമുള്ള ഒരു ജനവിഭാഗം ഇത്ര വലിയ പീഡനം അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് റബ്ബറിന്റെ വില തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം റെഡിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമുദായത്തിന്റെ ഭാഗമാണോ എന്ന് പോലും സാധാരണക്കാരനെ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറയുമോ? ഇപ്പൊ ആ കണക്ക് ഇവിടെ അബ്ജോദ് വായിച്ചുകൊണ്ട് ഞാൻ ആ കണക്കിലേക്ക് പോകുന്നില്ല.
ഈ മാസം 4-ാം തീയതിയാണ് ഇന്ത്യയിലെ 93 റിട്ടയർഡ് ആയിട്ടുള്ള IAS ഓഫീസേഴ്സ് കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് കൊടുത്തു. അതിനകത്തിൽ 3 ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ, 2 മുസ്ലിങ്ങളും, ബാക്കി മുഴുവൻ പേരും ഹിന്ദു സമുദായത്തിൽപ്പെട്ട സിവിൽ സർവൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ കത്തിലെ ഒരു വാചകം നിങ്ങൾ എല്ലാവരും കേൾക്കണം. അതിതാണ്: notwithstanding this recent years, Christian community has been the victim of physical violence. It is troubling that violence against Christians in different parts of the country has persisted and increased in recent years. Jesuit Father Stan Sami, for no fault of his except that he was closely working with the Adivasis, Dalits and other underprivileged people of the Jharkhand, was virtually driven out to his death by no less than the state. അതായത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ ആയിരുന്നു നടന്നത്. ഡോക്ടർ സ്റ്റാൻ സാമിയെ നിങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച് ഒരു ബോധറേഷൻസും ഇല്ല. ഇന്ത്യയിലെ ഒരു സമുദായത്തെ തന്നെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ രാജ്യവ്യാപകമായി നടക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് റബ്ബറിന് 300 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരുമായി കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്, BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല വില കിട്ടിയാൽ ഞങ്ങൾ കർത്താവിനെയും വിൽക്കാൻ റെഡിയാണ്. ഇതാണ് നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇവിടെ കേന്ദ്ര സർക്കാർ ഈ പീറ്റർ മച്ചാഡോ കൊടുത്ത പരാതിയിൽ കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഇത്തരത്തിൽ പീഡനങ്ങളോ ഒന്നും നടക്കുന്നില്ല, അത് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ ഇത്തരത്തിൽ ചിത്രീകരിക്കാനാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ഒരു മലയാളിയായ ഒരു ഓഫീസറാണ് ഈ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. Christian persecution in these reports were either false or wrongfully projected. In some cases, incidents of purely criminal nature and arising out of personal issues have been categorized as a violence of targeting Christians. It is submitted that several incidents which were found to be true or exaggerated were not necessarily related to the incidents of violence targeting Christians. ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള കലാപങ്ങളോ അക്രമങ്ങളോ നടക്കുന്നില്ല എന്ന് പറയുന്നത്. ആ സർക്കാരിനെയാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ വോട്ട് കൊടുക്കാമെന്ന് പറയുന്നത്. ബിഷപ്പാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു 3 മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്രത്തിനും കേരള സർക്കാരിനുമെതിരെ ഒരു സമരം നടന്നത്. ആ ബിഷപ്പ് പറഞ്ഞില്ല 300 രൂപ തന്നാൽ ഞങ്ങൾ സമരം നിർത്തി പൊക്കോളാമെന്ന്. അയാൾ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പോലും തീവ്രവാദി എന്ന ലേബൽ കുത്തി കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിഷപ്പാണത്. അപ്പം അതാണ് അന്തസ്സുള്ള, ഈ സമുദായത്തെക്കുറിച്ച് ബോധ്യമുള്ള, അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് ആശങ്കയുള്ള ഒരു സമുദായം ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ നിങ്ങളുടെ വോട്ട് കച്ചവടം നടത്തുന്ന പറയുന്നത് ജോസഫ് മാത്യു പറഞ്ഞ പോലെ ഭരണഘടനയ്ക്കും ഈ ക്രിസ്തു പറഞ്ഞ വചനങ്ങൾക്കും എതിരായിട്ടാണ്. നമ്മുടെ IPC 171(b)യിൽ പറയുന്നത് എന്താണ്? ബ്രൈബ് കൊടുത്ത് വോട്ട് കൊടുക്കാമെന്ന് പറയുന്നതോ അത് സ്വീകരിക്കുന്നതോ 1 വർഷം വരെ തടവ് കിട്ടുന്ന ക്രിമിനൽ കുറ്റമാണ്. അതാണ് ഇപ്പൊ ബിഷപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ വോട്ട് വെക്കാൻ വെച്ചിരിക്കുകയെന്ന് നല്ല കാശ് കിട്ടിയാൽ കർത്താവിനെ വിൽക്കാൻ ആരോപണങ്ങൾ എങ്ങനെ റദ്ദായി പോകും? അവരുടെ ആശങ്ക